നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു അടിപൊളി കിടിലം വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് ഫുള്ള് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് ഇൻറ്റീരിയർ വർക്കെല്ലാം നമുക്ക് തടി വർക്കെല്ലാം ചെയ്യുന്ന തേക്കിൻ്റെ തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്ററിനകത്ത് നമുക്ക് മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. കറക്റ്റ് ബസ് റൂട്ടിൽ നിന്ന്, മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്കൊരു വീടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അടിപൊളി ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് ഉള്ളത്. നമുക്കുള്ള വില്ല പ്രോജക്റ്റാണ് ഇത് വരുന്നത്. ഈ അടുത്തുള്ള വില്ലാസൊക്കെ നമുക്ക് പണി ചെയ്ത് തീർന്ന് ഏകദേശം ആൾ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് വരുന്നത്. ഫുൾ റെസിഡൻഷ്യൽ ഏരിയയാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് ടാർ ഫ്രണ്ടേജ് വരുന്ന റോഡും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഒരു എലിവേഷനും, അടിപൊളി മനോഹരമായ ഒരു എലിവേഷനും, അതുപോലെ തന്നെ എ ഫ്രെയിമും കേബിൾ റൂഫും ഗ്ലാഡിങ് ടൈൽസും അതുപോലെ എല്ലാം ഉൾപ്പെടുത്തി പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നല്ല ഡെക്കറേഷനായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്തിരിക്കുന്ന മനോഹരമായൊരു കണ്ടംപററി ആയിട്ട് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. 4700 സെൻറ്റ് ലാൻഡ്, 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. 4.25 സെൻറ്റ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് ഒന്ന് ജസ്റ്റ് പോവാം. ഈ കാണുന്ന പോലെ തന്നെ എൻട്രൻസ്, ഇത്രയും വൈഡനിങ് ആയിട്ടുള്ളൊരു എൻട്രൻസ് നമുക്ക് വീടിന് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ കണ്ടതുപോലെ റോഡ് കാര്യങ്ങൾ ഇത്രയും വീതി ഉള്ളതുകൊണ്ടും നമുക്ക് ഇത്ര വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വലിയ വണ്ടി വന്നാലും വീടിനകത്ത് പ്രവേശിക്കാനുള്ള എല്ലാ നമുക്കിതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 4.25 സെൻറ്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട് നമുക്ക് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയായിട്ട് ഫുൾ തടിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെയാണ്. അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീട് അല്ലെങ്കിൽ വീടുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട്, നമുക്ക് കോമ്പൗണ്ടിനകത്തോട്ട് പോയി ഇൻറ്റീരിയറിലോട്ടൊക്കെ പോകാം. നമുക്കപ്പോൾ ഫ്രണ്ടേജിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് 2 വണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ നമുക്ക് കവേർഡ് കാർ പാർക്കിന് സൈഡിലായിട്ട് തന്നെ കുറച്ച് ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി നമുക്ക് തീർത്തിട്ടുള്ളത്. സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും വീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് 2 സൈഡിലായിട്ട് വീടിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് ഫ്രണ്ടേജിൻ്റെത് നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് കിട്ടുന്നത്. കവേർഡ് കാർ പാർക്കിംഗ് നോക്കുമ്പോഴത്തേക്കും തറയിൽ അത്രയും നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഉൾപ്പെടെ തന്നെയാണ് വീടിൻ്റെ ഈ ഒരു കാർ പാർക്കിംഗ് വരെ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈലും കാര്യങ്ങളും വരുന്നത് നമുക്ക് വെട്ടുകല്ലിൻ്റെ ഒരു മോഡൽ വരുന്ന ടൈലും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കവേർഡ് കാർ പാർക്കിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കാണുന്നത് പോലെ തന്നെ കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കിണറിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഒരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ബേസിക്കലി ഒരു കിണറാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു കിണറാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഗാർഡൻ പ്രൊവിഷൻ, ഈ ഒരു സൈഡിൽ ഗാർഡൻ പ്രൊവിഷൻ സെറ്റ് കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു മുൻഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് 6x4 വരുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ചുമര് മുഴുവനും അതുപോലെ തന്നെ ഈ ഒരു പില്ലർ മുഴുവനും നമുക്ക് തേക്കിൻ തടിയിൽ വരുന്ന പാനലും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഒട്ടുമിക്ക വർക്കുകൾ, വുഡൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള വർക്കും കാര്യങ്ങൾ തന്നെയാണ് വീടിന് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈലും കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി, പ്രീമിയം രീതിയിലുള്ള ക്വാളിറ്റിയിൽ വരുന്ന ടൈലുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്.
പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് വന്ന് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത്. ഫ്രണ്ട് ഡോർ നമുക്ക് മുഴുവൻ തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല കൊത്തുപണികളായിട്ട് നല്ലൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് നിന്ന് നേരെ നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ലീവിങ് ഏരിയ. ഇപ്പോൾ ലീവിങ് ഏരിയയിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഈ സൈഡിൽ നമുക്ക് ചെറിയൊരു ഷെൽഫ് മോഡൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2 രീതിയിലുള്ള ഷെൽഫ് കാര്യങ്ങളുണ്ട്. അത് തടിയിലാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഷെൽഫ് മോഡലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒരു ട്രീൻ്റെ ഒരു ലുക്കിലാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫ് മോഡൽ തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ലീവിങ് ഏരിയ ഈ കാണുന്നതാണ് വീടിൻ്റെ ലീവിങ് ഏരിയ. ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 20x15 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു ലീവിങ് ഏരിയ തന്നെയാണ് നമുക്ക് വീടിന് വരുന്നത്. ഫ്ലോറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്, പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളെല്ലാം എല്ലാ വിൻഡോസിലും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും തടിയിൽ തന്നെയാണ് TV യൂണിറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു വർക്ക് മുഴുവൻ നമുക്ക് തടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്ത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റ് നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വർക്കുകളെല്ലാം നമുക്ക് വുഡൻ വർക്കിലാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ഇതുപോലെ നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളും വരുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വാൾ പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കവിടെ കാണുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ പാർട്ടീഷനാക്കി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വർക്ക് നമുക്ക് തടിയിൽ തന്നെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് നല്ല ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. 15x10 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോപ്പിൽ നമുക്ക് നോക്കുമ്പോൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം യൂസ് ചെയ്ത് നല്ല കട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഇൻഡോർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് നമുക്ക് അതിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഒരു സംഭവം പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു സ്പോട്ട് ലൈറ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് വീടിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ. നമുക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു കോർണർ വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഒരു തീമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് മുകളിലും താഴെ വരെ നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് വരുന്ന നല്ല വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അടിയിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് മിറർ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. കിച്ചൺ ഒരു ഓപ്പൺ മോഡുള്ള രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വുഡ് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാർട്ടീഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മുടെ കിച്ചണിൻ്റെ ആ ഒരു വുഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് അവിടെയും ഭാഗം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ വന്നിട്ടുള്ളത്. താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെയാണ്. പ്രൊഫൈൽ ലൈറ്റ് എല്ലാം നമുക്ക് അവിടെ കൊടുത്തുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെയാണ് നമുക്കവിടെ വന്നിട്ടുള്ളത്. 12x10 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള കളറും തീമും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചണിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് വുഡ് വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. തേക്കിൻ തടിയാണ് നമുക്ക് വുഡ് വർക്കിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നമുക്ക് കബോർഡ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം വന്നിട്ടുള്ളത്. ഒരു സ്മാർട്ട് സിങ്കും അതുപോലെ തന്നെ കിച്ചണിൽ ഒരു ചിമ്മിനിയും അതുപോലെ തന്നെ ഹോബും നമുക്ക് വച്ചാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ എല്ലാം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡുലാർ രീതിയിൽ
തടിയിലുള്ള വർക്കും കാര്യങ്ങളും പ്രൊഫൈൽ ലൈറ്റ് ചാനൽ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവായി തോന്നുന്ന ഒരു കിച്ചൺ തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ അതുപോലെ തന്നെ 10x4 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് തടിയിൽ വരുന്ന താഴെ കബോർഡ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് നമുക്ക് വുഡ് വർക്കിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. വീട് നമുക്കൊരു 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് കാണുന്നത്. 14x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കച്ചേരിയുടെ നല്ല ക്വാളിറ്റി പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 3D പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഇത് അധികമായിട്ട് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഒരു വലിയ വീതിയായിട്ട് വരുന്ന ഒരു വാൾറൂഫ്സും കാര്യങ്ങളൊക്കെ വുഡ് വർക്കിൽ ചെയ്ത തടിയിൽ ചെയ്ത ഒരു വാൾറൂഫ്സ് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫ്ലോറിംഗ് ആയിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും ചുമരിൽ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ആക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ ഒരു വുഡ് വർക്കും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സ്റ്റെയർ എല്ലാം തന്നെ നമുക്ക് വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. ഇവിടുത്തെ ചുമര് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ അതിമനോഹരമായി കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ചുമരാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. മുകളിൽ നമ്മൾ ഫർഗോള മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു 3 ബെഡ്റൂം, ഒരു ഹാൾ, 2 ബാൽക്കണി ആണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹാൾ നമുക്ക് വരുന്ന 22x15 ഡയമെൻഷൻ വരുന്ന ഒരു അടിപൊളി ഹാളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. താഴെ നമുക്ക് ഫ്ലോറിംഗ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 15x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കച്ചേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. വുഡൻ വർക്കിൽ ചെയ്ത ഒരു വാർഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു ചുമരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും കൊടുത്ത് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ AC പോയിന്റ് നമുക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു റൂമാണ് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസ് നമുക്ക് ഫ്ലോറിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ചുമരിലായാലും നമുക്ക് അടിപൊളിയുള്ള പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 15x14 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്ചർ വർക്ക് ഉൾപ്പെടെ നമുക്ക് ചുമരിൽ 2-3 കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തുന്ന ഒരു ഏരിയ. തടിയിൽ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായാലും ചുമരിലായാലും സെയിം പാറ്റേൺ രീതിയിൽ വരുന്ന ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്
ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മളീ പോകുന്നത്. നല്ല വലിയൊരു റൂമാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. 22x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്ത് തന്നെയാണ് ഈ റൂമിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു TV യൂണിറ്റ് ഏരിയ പോലെ, അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ, അതുപോലെ തന്നെ ഒരു വാർഡ്രോബ്സ് എല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായിട്ട് തീർത്തിരിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നത്. 22x10 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. TV യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വാർഡ്രോബ്സും കാര്യങ്ങളും ചെയ്താണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഡ്രസ്സിങ് ഏരിയ നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നമുക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ബാൽക്കണി നമുക്ക് വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ ഒരു കാണുന്ന നല്ല മനോഹരമായ ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു റൂമിലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന നല്ല മനോഹരമായ ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വുഡ് വർക്കാണ് നമുക്ക് വരുന്നത്. എല്ലാം വുഡ് വർക്കാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റീലിൻ്റെ ബാർസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് അടിപൊളിയാക്കി കണ്ടാൽ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ എക്സ്റ്റീരിയർ ലുക്കിലോട് ചേർന്ന് നല്ല മനോഹരമായി വരുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹാൻഡിൽസും കാര്യങ്ങളാണ് ഫുൾ സ്റ്റീലിലാണ്. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് റൂമിൽ നിന്ന് ചേർന്ന് നമുക്ക് വരുന്ന ഒരു ബാൽക്കണി. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് നമുക്കൊന്ന് പോവാം. ഈ പോകുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണി. അടിപൊളിയായിട്ട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി നമുക്ക് ഒരു ലോങ് ലെങ്ത് ഏരിയയിൽ നമുക്ക് ചെയ്തേക്കുന്നത്. 15x10 ഡയമെൻഷൻ വരുന്ന ഒരു ബാൽക്കണി തന്നെയാണ്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുന്നതും നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് വുഡൻ പാനൽ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽസും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊടുക്കുന്ന നല്ല മനോഹരമായ 4.25 സെന്റിനകത്ത് വരുന്ന 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഫുൾ തേക്കിൽ പണി ചെയ്തെടുത്തിന് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,05,00,000 1 crore 5 lakhs ആണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ വീടിനെ കുറിച്ചുള്ള ലൊക്കേഷൻ അറിയാട്ടോ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.